രാവിലെ ഇങ്ങനെ ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ചക്കക്കുരു കണ്ടപ്പോ ഇന്ന് ഉച്ചക്ക് ഇത് വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാ വിചാരിച്ച് അങ്ങനെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ച് അപ്പോണ്ട് ഉമ്മ കൊയക്ക പറിക്കുന്ന കണ്ട് അപ്പോൾ ഞാനും പോയി കൂടി കുറച്ച് കൊയക്ക പറിച്ചിട്ട് വന്ന് അങ്ങനെ ചക്കക്കുരും കൊയക്കയും വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച് എൻ്റെ ഫേവറേറ്റ് ആണ് ചക്കക്കുരുവും കൊയക്കയും വെച്ചിട്ടുള്ള കറി. അപ്പം അതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് കുറച്ച് കൊയക്ക കിട്ടിയിട്ടുണ്ട്, അതിനെ നീളത്തിൽ മുറിച്ച് പിന്നെ കുറച്ച് ചക്കക്കുരു കിട്ടീന് അതിന് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് എന്നിട്ട് ഒരു കുക്കറിലേക്ക് കൊയക്കയും ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചക്കക്കുരു വേഗം വേവാത്ത ചക്കക്കുരു ആണെങ്കിൽ ഫസ്റ്റ് 2 വിസിൽ അടുപ്പിച്ച് കുറച്ച് വേവിച്ച ശേഷം ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് വേഗം വേകുന്നതുകൊണ്ട് നമ്മൾ എല്ലാം ഒക്കെ തന്നെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുക്ക മുളക് പൊടി ഇട്ട് കൊടുത്തിന്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് കൂട്ടും കുറക്കെല്ലാം ചെയ്യാം. എൻ്റെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് അധികമായിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് കുറച്ച് വെന്തൊടിഞ്ഞതാണ് ഇഷ്ടം. അപ്പോൾ വറ്റിക്കുമ്പോൾ കുറച്ച് നല്ല വെന്തൊടിയും, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചോവേ. എന്നിട്ട് അത് ഒരു കുക്കറിൽ മൂടിയിട്ട് 2 വിസിലടുപ്പിക്കുന്നവരെ വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി കുറച്ച് വെളുത്തുള്ളി കുത്തി എടുക്കുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഒരു 6 ഇല്ലി മതിയാകും. ഞാൻ വീഡിയോ എടുക്കുന്ന ഫ്ലോയിൽ കുറച്ച് അധികം ഇട്ടുപോയി. പിന്നെ ഒരു 2 കൈപ്പിടീൻ്റെ അടുക്ക് തേങ്ങ ചതച്ചതും കൂടി ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് നന്നായി നല്ല പോലെ തിരുമ്മിയെടുക്കാം. എനിക്ക് വെളുത്തുള്ളിൻ്റെയും തേങ്ങയുടെയും സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെച്ച കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് 2 വിസിലടിച്ച് കുക്കർ കാറ്റെല്ലാം പോയ ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പം നന്നായി വെന്തൊടിയും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതിനെ നന്നായി വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും മിക്സ് ആക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായി മിക്സ് ആക്കാം. ആ മിക്സ് ആക്കുന്ന ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. മിക്സ് ആക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട കടുവെല്ലാം പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുക്ക് കടുകിട്ട് പൊട്ടിക്കാൻ വെച്ച് പൊട്ടി വരുമ്പോൾ കുറച്ച് കരിയാമ്പലയും കൂടി ഇട്ട്, നമ്മളിവിടെ കരിയാമ്പലയാണെന്ന് പറയല്, നിങ്ങളവിടെ എന്ത് പറയല്? കറിവേപ്പില എന്നാണോ കരിയാമ്പല എന്നാണോ? എന്നിട്ട് ഇത് നമുക്ക് ചക്കക്കുരുവും കൊയക്കയും വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കാം. നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി റെഡിയായി. ചക്കക്കുരുവും കൊയക്കെല്ലാം ഇട്ട കറി നല്ല ടേസ്റ്റാണ്, ഒരിക്കലും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലായിട്ട് ഇടാം. താങ്ക് യു.